തിരുവനന്തപുരം ജില്ലയിലെ വർക്കല മുനിസിപ്പാലിറ്റി പ്രധാനമാണ്. അവിടെ പക്ഷേ ഇപ്പോൾ LDF ആണ് ലീഡ് ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 4 മുനിസിപ്പാലിറ്റികളിലും LDFന്റെ ലീഡാണ് ഇപ്പോൾ കാണുന്നത്. വർക്കലയിലും ആറ്റിങ്ങലിലും നെയ്യാറ്റിൻകരയിലും ലീഡ് ചെയ്യുന്നത്, നെടുമങ്ങാടും ലീഡ് ചെയ്യുന്നത് LDF ആണ്. അതേസമയം വയനാട് കൽപ്പറ്റയിലും മാനന്തവാടിയിലും ലീഡ് ചെയ്യുന്നത് ഇപ്പോൾ LDF ആണ് എന്നുള്ള വിവരവും വരികയാണ്. വയനാട്ടിൽ പഴയ മേധാവിത്വത്തിലേക്ക് തിരിച്ചു വരാൻ UDFന് കഴിയുന്നില്ല എന്ന് വേണം മുനിസിപ്പാലിറ്റികളിലെ ആദ്യ സൂചനകൾ. രാമനാട്ടുകര, കോഴിക്കോട്, അവിടെ UDFന്റെ ലീഡുണ്ട്. ഇപ്പോൾ ആകെ മുനിസിപ്പാലിറ്റികൾ 87 എടുത്താൽ 36 LDFന് ലീഡ്, UDFനും 36 ലീഡ് അല്ലേ? അതെ, പാലക്കാട് നോക്കൂ. പാലക്കാട് പ്രതീക്ഷിച്ചതുപോലെ അവിടെ NDA മുന്നേറ്റം തന്നെ. BJPക്ക് അവരുടെ സിറ്റിംഗ് നഗരസഭ നഷ്ടമാകില്ല എന്നത് പറയാനാവുമോ വ്യക്തമല്ല. എങ്കിലും ഇപ്പോൾ ലീഡ് BJPക്ക് തന്നെ എന്നതാണ്. രണ്ടാം സ്ഥാനത്ത് അവിടെ UDF ആണ് ലീഡ് ചെയ്യുന്നതെന്നാണ് ചിത്രം. ജില്ലാ പഞ്ചായത്തുകളുടെ കണക്ക് വേഗത്തിൽ നോക്കാം. തൃശ്ശൂരിൽ LDF, പാലക്കാട് LDF, മലപ്പുറത്ത് UDF ആണ്. പാലക്കാട് LDF ആണ്. പാലക്കാട് LDFന്റെ ലീഡാണ് കാണുന്നത്. അതേസമയം കോഴിക്കോടും LDFന്റെ ലീഡാണ്. വയനാട് ലീഡ് UDFനാണ് അല്ലെ? കോഴിക്കോട് LDF, വയനാട് UDF, കണ്ണൂരിൽ LDF, കാസർഗോഡ് UDF എന്നുള്ളതാണ്. 7 എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്തിന്റെ കണക്ക്. തിരുവനന്തപുരവും കൊല്ലവും LDF, പത്തനംതിട്ടയിൽ തിരിച്ചുവരവ് UDF, കോട്ടയത്ത് UDFന്റെ ലീഡാണ് ജില്ലാ പഞ്ചായത്തിലുള്ളത് എന്നുള്ളത് ശ്രദ്ധാകേന്ദ്രമാണ്. വയനാട്ടിലും UDF തങ്ങളുടെ ശക്തി കേന്ദ്രം. മലപ്പുറത്ത് UDFന്റെ ശക്തി കേന്ദ്രത്തിൽ വൻ മുന്നേറ്റമാണ് UDF മലപ്പുറത്ത് നടക്കുന്നത്. എറണാകുളത്ത് UDF തന്നെയാണ്. ഇടുക്കിയിൽ UDFന്റെ തിരിച്ചുവരവ്, ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. സജിത്ത്, രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ജില്ലാ പഞ്ചായത്തുകളിൽ അവിടെ UDFന്റെ തിരിച്ചുവരവ് കാണുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചന നൽകുന്നതാണ്. ജില്ലാ പഞ്ചായത്തുകളിൽ UDFന്റെ തുടക്കത്തിലുള്ള ഈ മുന്നേറ്റം. വയനാട്ടിൽ UDF ആണ്, കാസർഗോഡ് UDF ആണ്, ഇടുക്കിയിലും എറണാകുളത്തും കോട്ടയത്തും UDF ലീഡ് ചെയ്യുന്നു. പത്തനംതിട്ട തിരിച്ചു പിടിക്കുന്നു UDF എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം തിരുവനന്തപുരത്തും കൊല്ലത്തും LDFന്റെ മുന്നേറ്റം. കോട്ടയത്ത് ശ്രീജിത്ത് നൽകുന്ന വിവരമനുസരിച്ച് പാലയിൽ കടുത്ത പോരാണ്. അവിടെ LDF 4, UDF 2 എന്നാണ് ചിത്രം. കഴിഞ്ഞ തവണ 6 LDF പിടിച്ചെടുത്താണ് ഇപ്പോൾ 2 UDF വന്നത്. അങ്ങനെയെങ്കിൽ അത് അട്ടിമറിയുടെ സൂചനയൊന്ന് പ്രകടമായ കാര്യം കൂടിയുണ്ട്. പാല അങ്ങനെയെങ്കിൽ ഫോട്ടോ ഫിനിഷ് സംഭവിക്കുമോ എന്നത് കൂടി പ്രധാനപ്പെട്ടതാണ്. പാലാ നഗരസഭ അങ്ങനെയുള്ള ഒരു ട്രെൻഡ് പൊതുവിൽ പ്രകടമാക്കിയാണ്. ആദ്യ 6 ഇടങ്ങളിലെ ഫലം പുറത്തു വരുമ്പോൾ 4 ഇടതുമുന്നണി, 2 UDF. പക്ഷേ അവിടെ കഴിഞ്ഞ തവണ 6 ഇടതുമുന്നണിയായിരുന്നു. അങ്ങനെയായിരുന്നു ഭരണം പിടിച്ചത്. ഇത്തവണ മാറ്റത്തിന്റെ സൂചനയാണോ? കണ്ടറിയണം. ഇതാണ് ഇപ്പോൾ അവിടുന്നുള്ള ചിത്രം. കാസർഗോഡ് കാഞ്ഞങ്ങാട് നഗരസഭ ഒപ്പത്തിനൊപ്പമാണ്. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് നഗരസഭ ഒപ്പത്തിനൊപ്പമാണ്. നിലവിൽ LDF ഭരിക്കുന്ന നഗരസഭയിൽ UDFും LDFും ഒപ്പത്തിനൊപ്പം. ഇപ്പോൾ പക്ഷേ നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ LDF ആണ് മുന്നിൽ. കാസർഗോഡ് UDF ജില്ലാ പഞ്ചായത്തിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട്. സജിത്ത്, ആദ്യ സൂചനയിൽ UDF കഴിഞ്ഞ തവണത്തേക്കാൾ വളരെയധികം മെച്ചപ്പെടുന്നു എന്നുള്ളതാണല്ലോ അല്ലേ? കാസർഗോഡ് സാഹചര്യം അതാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് നഗരസഭ ഒപ്പത്തിനൊപ്പമാണ്. അവിടെ നിലവിൽ ഇടതുമുന്നണിയുടെ ഭരണമാണ് കാഞ്ഞങ്ങാട് നഗരസഭയിൽ. അവിടെ ഇപ്പോൾ ഒപ്പത്തിനൊപ്പം എന്നതാണ് സാഹചര്യം. അങ്ങനെയെങ്കിൽ കാസർഗോഡ് ഇടതുപക്ഷത്തിന് പൊതുവിൽ വലിയ മേധാവിത്വമുള്ള കാസർഗോഡ് ജില്ലയിൽ നഗരസഭകളിലേക്കുള്ള ഒരു UDF മേൽക്കൈയായി അത് മാറുമോ എന്നത് കൂടി പ്രകടമാണ്. എന്തായാലും അറിയാം, ജില്ലാ പഞ്ചായത്തിൽ ഇഞ്ചോടിഞ്ചാണ് കാസർഗോഡ് പലപ്പോഴും. അത് ഇത്തവണ ചിത്രം മാറുമോ എന്നത് ജില്ലാ പഞ്ചായത്തുകളുടെ കണക്കിൽ പ്രകടമാണ്. കൊല്ലത്ത് നഗരസഭകളിൽ 4 LDFന്റെ മുന്നേറ്റമാണ്. കൊല്ലത്ത് പരവൂരിൽ LDFന്റെ മുന്നേറ്റം, കൊട്ടാരക്കരയിൽ LDFന്റെ മുന്നേറ്റം, പുനലൂരിലും മുന്നേറ്റം, കരുനാഗപ്പള്ളിയിലും 4 LDFന്റെ മുന്നേറ്റമാണ്. പരവൂരിൽ ആദ്യ 4 സീറ്റുകളും 4 ഡിവിഷനുകളും LDF ജയിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പരവൂരിലും കൊട്ടാരക്കരയിലും പുനലൂരിലും കരുനാഗപ്പള്ളിയിലും മുന്നേറ്റം LDFനാണ്. തിരുവനന്തപുരത്തും നഗരസഭകളിൽ 4 LDFന്റെ മുന്നേറ്റമാണ്. നെടുമങ്ങാടും ആറ്റിങ്ങലിലും വർക്കലയിലും നെയ്യാറ്റിൻകരയിലും LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെ തിരുവനന്തപുരത്തും കൊല്ലത്തുമായി 8 മുനിസിപ്പാലിറ്റികളിൽ 8ലും ലീഡ് ചെയ്യുന്നത് LDF ആണ്. പക്ഷേ മധ്യ കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ്. അങ്ങനെയാണ് 36 എന്ന മുനിസിപ്പാലിറ്റികളുടെ കണക്ക്. അതിൽ മലപ്പുറത്തെ 12ൽ 11 നഗരസഭകളിലും ലീഡ് ചെയ്യുന്നത് UDF ആണ്. അതാണ് ചിത്രം പുറത്തു വരുന്നത്. ഒപ്പം പാലക്കാട് നഗരസഭയുടെ ചില വിവരങ്ങൾ കൂടിയുണ്ട്. അവിടെ BJP 3 LDF 2 UDF 1, ADS 1 എന്ന കണക്കാണ് വരുന്നത്. അവിടെ BJP പാലക്കാട് നിലനിർത്തും എന്ന സൂചനകൾ ആദ്യഘട്ടത്തിൽ തന്നെ പ്രകടമാണ് എന്നതാണ് സാഹചര്യം. ഒപ്പം തിരുവനന്തപുരത്തിൻ്റെ ലീഡ് നിലയിലേക്ക് കൂടി, കോർപ്പറേഷൻ്റെ ലീഡ് നിലയിലേക്ക് കൂടി നമുക്ക് പോകാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA തിരികെ ലീഡ് പിടിച്ചു എന്ന സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. നമുക്ക് വ്യക്തമായ ചിത്രത്തിലേക്ക് പോകാം. കോർപ്പറേഷനുകളുടെ സാഹചര്യം ഇങ്ങനെയാണ്. കോർപ്പറേഷനുകളിൽ 3 സംസ്ഥാനത്ത് 3 ഇടതുമുന്നണി
മൂന്നിടത്ത് UDF. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDAയുടെ മുന്നേറ്റമാണ്. നഗരഹൃദയത്തിലേക്ക് വോട്ടെണ്ണൽ മാറുമ്പോൾ ശ്രീവരാഹം, മണക്കാട്, ചാല, ഫോർട്ട്, പെരുന്താൻ ഈ വാർഡുകളിൽ, ഈ ഡിവിഷനുകളിൽ ലീഡ് ചെയ്യുന്നത് NDA ആണ് എന്നുള്ള വിവരം ഇപ്പോൾ കിട്ടുകയാണ്. അതേസമയം വഞ്ചിയൂരിൽ LDF ലീഡ് ചെയ്യുന്നു, ചാക്കയിൽ LDF ലീഡ് ചെയ്യുന്നു, വലിയതുറയിൽ UDF ആണ്, വള്ളക്കടവിൽ LDF ആണ്. ഇതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. NDAയുടെ മുന്നേറ്റമാണ് ഇപ്പോൾ കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേരിയ ലീഡ് NDAയും LDFും തമ്മിലുള്ള മത്സരം. തൃശ്ശൂരിലാകട്ടെ UDFും LDFും തമ്മിലുള്ള മത്സരമാണ്. കൊല്ലത്ത് ഏകപക്ഷീയമായ മുന്നേറ്റമാണ് LDFിൻ്റേത്. കോഴിക്കോടും ഏകപക്ഷീയമായി കോർപ്പറേഷൻ മുന്നേറുകയാണ് LDF. അതേസമയം കൊച്ചി കോർപ്പറേഷനിൽ UDF ആണ് ലീഡ് ചെയ്യുന്നത്. തൃശ്ശൂരും ലീഡ് ചെയ്യുന്നത് UDF ആണ്. അവിടെ UDFും BJPയും തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. തൃശ്ശൂർ കോർപ്പറേഷനിൽ 8-6 എന്നുള്ളതാണ്. പക്ഷേ LDF 13 അല്ലേ, LDF 13 ഉണ്ട്. കോഴിക്കോട് 19 LDF, UDF 7, NDA 1 എന്നുള്ളതാണ്. കണ്ണൂരിൽ 12 എടുത്ത് LDFും 13 എടുത്ത് UDFുമാണ്. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് തിരുവനന്തപുരത്ത് ലീഡ് ചെയ്യുന്നത് 11 LDFും 9 NDAയും 5 UDFുമാണ് അല്ലേ? അതാണ് ചിത്രം. കോട്ടയം ജില്ലയിലെ ചില അപ്ഡേറ്റുകൾ വരുന്നു. കോട്ടയത്ത് 10 പഞ്ചായത്തുകളിൽ LDFിന് ലീഡുണ്ട്. UDF തൊട്ടു പിന്നിൽ 7 BJP ഒരു പഞ്ചായത്തിൽ ലീഡ് ചെയ്യുന്നുണ്ട്. മുത്തോലി പഞ്ചായത്ത് ആവാനാണ് സാധ്യത. അവിടെ കോട്ടയത്ത് അത്തരം ലീഡുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 2 LDF ആണ് ലീഡ് ചെയ്യുന്നത്. ഒരിടത്ത് UDF ഉണ്ട്. കോട്ടയത്തെ ബ്ലോക്ക് സീറ്റുകളിൽ UDF മുന്നിൽ എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പുതിയതായി കാസർഗോഡ് നഗരസഭ LDF BJP ഒപ്പത്തിനൊപ്പം എന്ന കണക്കുകൂടി വരുന്നുണ്ട്. അത് ശ്രദ്ധേയമാണ്. കാസർഗോഡ് എന്ത് സംഭവിക്കുന്നു എന്ന കാര്യം വ്യക്തമാവേണ്ടതുണ്ട്. എന്തായാലും ആ തരത്തിൽ ഒപ്പത്തിനൊപ്പമുള്ള നീക്കങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധേയമാവുന്നത് കൊല്ലമാണ്. കൊല്ലത്തെ ഇടതു മുന്നേറ്റം പ്രകടമാണ്. അത് കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലുമെല്ലാം നഗരസഭകളിലുമെല്ലാം ആ പ്രകടമായ വ്യത്യാസം കൊല്ലം ഇടതുമുന്നണിക്കൊപ്പം തന്നെ എന്നതാണ് കൃത്യമായ സാധനം. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ കോർപ്പറേഷനിൽ NDAയും LDFും ഒപ്പത്തിനൊപ്പമാണ്. UDFിൻ്റെ മുന്നേറ്റം എത്ര കണ്ടുണ്ടാവുന്നു എന്നത് പരിശോധിക്കപ്പെടണം. എന്തായാലും കൂടുതൽ ഇടങ്ങളിലേക്ക് വോട്ടെണ്ണി വരികയാണ്. അങ്ങനെയെങ്കിൽ ചിത്രം കൂടുതൽ വ്യക്തമാകുമെന്ന് കരുതാം. അതാണ് സാഹചര്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം മലബാർ മേഖലയിലേക്ക് വരുമ്പോൾ മലപ്പുറത്ത് UDFിൻ്റെ ആധിപത്യം തന്നെ. ലീഗ് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ വീഴ്ചകളൊന്നുമില്ല എന്ന് വേണം ആദ്യ സൂചനകൾ അറിയാൻ. എന്നാൽ കൽപ്പറ്റ നഗരസഭയിലടക്കം ഇടതുമുന്നണി അവർ തിരികെ വരുന്നു എന്ന സൂചന കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ നിലമ്പൂർ നഗരസഭയിൽ തിരികെ വരുന്നു എന്ന സൂചനയുണ്ട്. അതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം ജില്ലാ പഞ്ചായത്തുകളിലേക്ക് വേഗത്തിൽ ഒന്ന് പോകാം. ജില്ലാ പഞ്ചായത്തുകളിൽ സംഭവിച്ചത് ഇതാണ്. തിരുവനന്തപുരത്ത് LDF, കൊല്ലത്ത് LDF, പത്തനംതിട്ട UDF, ആലപ്പുഴ LDF, കോട്ടയത്ത് ഇടുക്കിയും അടക്കം LDF, തൃശ്ശൂരിൽ LDF, പാലക്കാട് LDF, മലപ്പുറം UDF എന്നതാണ് ചിത്രം. ഇതാണ് ജില്ലാ പഞ്ചായത്തുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തുകളിൽ ഒപ്പത്തിനൊപ്പം എന്ന ചിത്രമാണ് നമുക്ക് മുന്നിൽ ഇപ്പോഴുള്ളത്. മാറ്റമുണ്ടാവാം. വോട്ടെണ്ണി മുന്നോട്ട് പോകുമ്പോൾ ജില്ലാ പഞ്ചായത്തുകളിൽ മാറ്റമുണ്ടാവാം. ജില്ലാ പഞ്ചായത്തുകളുടെ കൃത്യമായൊരു സൂചനയ്ക്ക് നമുക്ക് അല്പം കാത്തിരിക്കേണ്ടി വരും. കാരണം ഏറ്റവും ഒടുവിലേക്ക് ഫലം വരാൻ പോകുന്നത് ജില്ലാ പഞ്ചായത്തുകളുടെ ഫലമാണ്. അതുവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ജില്ലാ പഞ്ചായത്തുകളുടെ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തും കൊല്ലത്തും LDFിന്റെ മുന്നേറ്റമാണ്. അതേസമയം പത്തനംതിട്ടയിൽ UDF തിരിച്ചു വരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കോട്ടയത്തും നേരിയ വ്യത്യാസത്തിന് ജില്ലാ പഞ്ചായത്തിൽ UDFിന്റെ ലീഡുണ്ട്. ആലപ്പുഴയിൽ LDF തന്നെയാണ്. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ് ഇപ്പോഴും ശ്രദ്ധാകേന്ദ്രം. അവിടെ NDAയും LDFും തമ്മിലുള്ള വലിയ പോരാട്ടം. 13 BJP, 13 തിരുവനന്തപുരം കോർപ്പറേഷൻ ലീഡ് നേടിയിരിക്കുകയാണ് BJP. അങ്ങനെ നേരിയ ലീഡ് LDFിനേക്കാൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ BJPക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇത് ലീഡ് എന്ന് പറയുമ്പോൾ വിജയിക്കുകയാണ് അല്ലെ, സ്ഥാനാർത്ഥികൾ വിജയിച്ചു എന്ന് തന്നെ പറയാം. 14 ഇപ്പോൾ അല്ലെ, 14 NDA അതായത് BJP മുന്നണിയാണ് 14 തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയും LDFും തമ്മിലുള്ള വലിയ രീതിയിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. UDF 3ാം സ്ഥാനത്ത് തന്നെയാണ്. പ്രതീക്ഷിച്ചതാണ് അത്. UDFിന് പരമാവധി 20 സീറ്റുകൾ കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അതേസമയം കഴിഞ്ഞ തവണ 10 ആയിരുന്നു. NDA 13, LDF 11 എന്നുള്ളതാണ് തിരുവനന്തപുരത്ത്. തൃശ്ശൂരിലും ഇപ്പോൾ മത്സരം UDFും NDAയും തമ്മിലായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അല്ലെ. കൊച്ചിയിൽ BJP മുന്നണിക്ക് 3 സീറ്റ്. തൃശ്ശൂരിൽ UDFും NDAയും തമ്മിലാണ്, BJP മുന്നണിയും തമ്മിലാണ് ഇപ്പോഴത്തെ മത്സരം നടക്കുന്നത്. തൃശ്ശൂരിൽ BJP UDF മത്സരം. അതേസമയം തിരുവനന്തപുരത്ത് LDFും BJPയും തമ്മിലുള്ള മത്സരമാണ്. അതാണ് ചിത്രമുണ്ടാവുന്നത്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ചാണ്. നമ്മൾ പ്രതീക്ഷിച്ച മത്സര ചിത്രത്തിലേക്ക് ഇഞ്ചോടിഞ്ച് എല്ലാ അർത്ഥത്തിലുമുള്ള ഫോട്ടോ ഫിനിഷ് അവിടെ ഉണ്ടാവാം. ഏറ്റവും ഒടുവിൽ വരെ നമുക്ക് ആര് പിടിക്കും കോർപ്പറേഷൻ എന്ന് കാത്തിരിക്കേണ്ടി വരുമെന്നതാണ് സാഹചര്യം. തിരുവനന്തപുരം കോർപ്പറേഷൻ NDAയുടെ മുന്നേറ്റം അത് വളരെ പ്രകടമാണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്. NDA നഗര ഹൃദയങ്ങളിലേക്ക് വരുമ്പോൾ കൂടുതൽ ഇടങ്ങളിലേക്ക്
NDA സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്നു എന്നാണ് ചിത്രം. ഇടതുമുന്നണി രണ്ടാം സ്ഥാനത്ത് തന്നെയാണ്. UDF എത്ര കണ്ട് മുന്നേറിയെന്നത് പരിശോധിക്കണം. ഒപ്പം കണ്ണൂർ കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ച് LDF-ഉം UDF-ഉം ഇഞ്ചോടിഞ്ച് പോരാട്ടം 12-12 എന്നാണ് ചിത്രം. കോർപ്പറേഷനുകളുടെ നിലവിലുള്ള സ്ഥിതി ഇടതുമുന്നണി 3, ഒപ്പം UDF-ഉം 3. ഇതാണ് സാഹചര്യം. ഒപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിൽ 16 ഇടത്താണിപ്പോൾ NDA-യുടെ ലീഡുണ്ടാവുന്നത്. വലിയ മജോറിറ്റിയാണ് നിലനിർത്തിപ്പോകുന്നത് NDA. കൊച്ചി കോർപ്പറേഷനിൽ UDF-നാണ് ലീഡ്, 20-16 എന്ന ചിത്രമുണ്ടാവുന്നു. തൃശ്ശൂരിൽ UDF-നാണ് ലീഡ്, 17-13 എന്ന ചിത്രം. കോഴിക്കോട് LDF-നാണ് ലീഡ്, 19-7. അവിടെ LDF മാത്രമെന്നാണ് ചിത്രം. കണ്ണൂരിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം 12-13 എന്ന ചിത്രമുണ്ടാവുന്നു. തിരുവനന്തപുരത്ത് ഇപ്പോഴും ലീഡ് NDA-ക്ക് തന്നെയാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ചും 13 സീറ്റുകളിൽ NDA-യുടെ മുന്നേറ്റമാണ്. തിരുവനന്തപുരം